ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ സന്ദേശത്തിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ച് ഇറാൻ ഇസ്രായേലിലേക്ക് കൂടുതൽ മിസൈലുകൾ അയച്ചു. ബഹ്റൈനിൽ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാഖിൽ ഒരു US സൈനിക വിമാനം തകർന്നു വീണു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റിനെ വിളിച്ച് ആശങ്ക അറിയിച്ചു. US ഇസ്രായേൽ ബന്ധമില്ലാത്ത എണ്ണക്കപ്പലുകൾക്ക് പ്രത്യേക അനുമതിയോടെ ഹോർമൂസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാം എന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. സംഘർഷം രൂക്ഷമായാൽ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. അജയ് സുധാ ബിജു ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. യുദ്ധം ഇപ്പോഴും അവസാനിക്കുന്നതിന്റെ സൂചനകൾ ഒന്നും പുറത്തു വരുന്നില്ല. ലോകവ്യാപകമായി തന്നെ ഊർജ്ജ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം. അജയ്, ഇപ്പോഴിതാ ഇറാന്റെ പരമോന്നത നേതാവായി പുതിയ ആൾ ചുമതലയേൽക്കുകയും അങ്ങനെ ഖമേനിയുടെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം. അത്തരം ചില ശ്രമങ്ങൾ എങ്കിലും നടക്കുന്നു എന്നത് വലിയ പ്രതീക്ഷ നൽകിയെങ്കിൽ ഇപ്പോഴിതാ വീണ്ടും കടുത്ത ആക്രമണത്തിലേക്ക് ഇറാൻ കടക്കുന്ന പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം അവസാനിക്കുവാനോ നിയന്ത്രണ വിധേയമാകുന്ന തരത്തിൽ ആക്രമണം ചുരുക്കപ്പെടുവാനോ ഉള്ള സാധ്യത അകലെ എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? അഭിലാഷ്, നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഓരോ രാജ്യത്തെയും നേതാക്കൾ ഓരോ തരത്തിലാണ് ഓരോ ദിവസവും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം ട്രംപിന്റെ ചില വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് യുദ്ധം ഏത് നിമിഷം വേണമെങ്കിലും അവസാനിക്കാം എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. കാര്യം അദ്ദേഹം പറഞ്ഞത് യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്, അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ലക്ഷ്യങ്ങൾ അത് പ്രാവർത്തികമാക്കാറായി എന്നെല്ലാം ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും എല്ലാം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഇറാൻ ആ സമയത്ത് പറഞ്ഞത് യുദ്ധം അവസാനിക്കില്ല, യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നെല്ലാം ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കുകയുണ്ടായി, തങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണ്, പക്ഷേ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഇറാന്റെ ഭാഗത്തു നിന്ന് ചില ഉപാധികൾ വയ്ക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇറാനിൽ നിന്ന് വരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നത് വരെ ഈ പോരാട്ടം തുടരും എന്നാണ് അവരുടെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരമൊരു ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് പ്രാവർത്തികമാകാൻ സാധ്യത വളരെ അധികം കുറവാണ്. കാര്യം ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾ പോലും അതിനെ പിന്തുണയ്ക്കാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ സുരക്ഷയാണെങ്കിലും അതുപോലെ US-മായി അവർക്കുള്ള വലിയ സാമ്പത്തിക ബന്ധമാണെങ്കിലും ഇതൊന്നും അനുസരിച്ച് ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾ ഈ അവരുടെ ഈ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള ഒരു സമ്മർദ്ദം ഒരിക്കലും US-ന് മേൽ ചെലുത്തില്ല. പകരം യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള സമ്മർദ്ദങ്ങളെല്ലാം ഇപ്പോൾ തന്നെ US-ന് മേലുണ്ട്. അതുപോലെയുള്ള സമ്മർദ്ദങ്ങളാകും ചിലപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്നാലും സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക ഇതൊരിക്കലും നടക്കാൻ സാധിക്കാത്തതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മുജ്തബ ഖമേനി പറയുന്നത് ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം അത് ഒരിക്കലും അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇറാന്റെ തന്നെ മറ്റൊരു പ്രസ്താവനയിലൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ അനുവദിക്കാം എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് US ഇസ്രായേൽ ബന്ധമില്ലാത്ത കപ്പലുകൾക്ക് പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ ഹോർമൂസ് വഴി ചരക്ക് ഗതാഗതം നടത്താമെന്നും ഇറാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ യുദ്ധം ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോൾ മറ്റൊരു വിവരം കൂടി ഇപ്പോൾ നിലവിൽ ഒരു അഭ്യൂഹം കൂടുതൽ ശക്തമാകുന്നത് മുജ്തബ ഖമേനി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്ന് ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ ആ റിപ്പോർട്ടിന് കൂടുതൽ ബലം കൂടിയിരിക്കുകയാണ്. കാര്യം ഇപ്പോൾ മുജ്തബ ഖമേനിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രസ്താവന ഒരിക്കലും അദ്ദേഹം നേരിട്ട് ടെലിവിഷൻ വഴി ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ എഴുതി കൊടുത്ത പ്രസ്താവന അത് ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനലിൻ്റെ അവതാരകൻ വായിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ മുജ്തബ ഖമേനി മാധ്യമങ്ങളെ കാണാൻ സാധിക്കാത്ത വിധം പരിക്കുകളോടെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണെന്നതിൻ്റെ അഭ്യൂഹത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. ട്രംപും ഇക്കാര്യത്തിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഫോക്സ് ന്യൂസിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം ഒരു ഡാമേജുകളോടെ ഫിസിക്കൽ ഡാമേജുകളോടെ എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് US-ഉം വിശ്വസിക്കുന്നത് എന്ന് ട്രംപ് വ്യക്തമാക്കുകയും ഉണ്ടായി. എന്തായാലും ആക്രമണം അതിരൂക്ഷമായി തന്നെ ഇതിൽ അജയ് സൂചിപ്പിക്കുന്ന പോലെ അതായത് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം ആരായിരിക്കും പിൻഗാമി എന്നത് സംബന്ധിച്ച വലിയ ചർച്ചകൾ ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു. ആ ചർച്ചയിലടക്കം ഉയർന്നു വന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മുസ്തബയുടേത്. പക്ഷേ ആ സമയത്തും മുസ്തബ ജീവിച്ചിരിക്കുന്നുണ്ടോ?
അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടോ? ആ പരിക്ക് ഗുരുതരമാണോ? അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇറാൻ പരമോന്നത നേതാവായി മുസ്തഫയെ തെരഞ്ഞെടുത്തത്. അപ്പോൾ ഈ മുസ്തഫയുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്ക എന്ന് പറയുമ്പോൾ തന്നെ അത് ആദ്യം നടന്ന, അതായത് അയത്തുള്ള അലി ഖമനേയെയും കുടുംബത്തെയും അടക്കം ഇല്ലായ്മ ചെയ്ത ആ ആക്രമണ സമയത്ത് തന്നെയാണോ പരിക്കേറ്റത്? അതിനപ്പുറത്ത് വീണ്ടും, അതായത് അമേരിക്കയും ഇസ്രയേലും ഒരേ സ്വരത്തിൽ പറയുന്നത് ആര് ഇറാന്റെ പരമോന്നത നേതാവായാലും അങ്ങനെയൊരാളെ ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ല എന്നാണ്. തുടർ ആക്രമണത്തിലാണോ പരിക്കേറ്റത്? ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ അജയ്? നിലവിൽ അത്തരം റിപ്പോർട്ടുകളൊന്നും ഇറാന്റെ ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ആദ്യം നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ തന്നെയാണ് പരിക്കേറ്റത് എന്നാണ്. കാര്യം ഈ യുദ്ധം തുടങ്ങി ഇന്നേ വരെ ഇതുവരെ മുജ്തബ ഖമനേയി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തെപ്പറ്റി വിശദീകരിച്ചിട്ടില്ല. മറ്റ് എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട മറ്റ് ഫിഗേഴ്സ് എല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു. അലി ലാരിജാനി ആണെങ്കിലും അതുപോലെ അബ്ബാസ് അരക്സി ആണെങ്കിലും മസൂദ് പെസഷ്കിയാൻ ആണെങ്കിലും എല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. പക്ഷേ ഇദ്ദേഹം മാത്രം, മുജ്തബ ഖമനേയി മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നില്ല. നമ്മൾ ആയത്തുള്ള അലി ഖമനയുടെ മരണം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആയത്തുള്ള അലി ഖമനയുടെ ഓഫീസിൽ ഔദ്യോഗിക ചുമതലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നാണ് ഇറാൻ്റെ തന്നെ സ്റ്റേറ്റ് മീഡിയ വ്യക്തമാക്കുന്ന കാര്യം. നമ്മൾ അതിന് മുൻപേ ഉള്ള ഇറാൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ആയത്തുള്ള അലി ഖമനയുടെ അടുത്ത സഹായിയായി അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനം കൂടുതൽ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് മുജ്തബ ഖമനേയിയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഓഫീസിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ചിലപ്പോൾ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതാകാം. ഇപ്പോൾ അല്ലാതെ തന്നെയുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ ഈ ആയത്തുള്ള അലി ഖമനയുടെ മകൾ കൊല്ലപ്പെട്ടു, മരുമകൻ കൊല്ലപ്പെട്ടു, കൊച്ചുമകൾ കൊല്ലപ്പെട്ടു, അതുപോലെ മുജ്തബ ഖമനയുടെ ഭാര്യയടക്കം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കുടുംബത്തിലെ എല്ലാവരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. മുജ്തബ മാത്രമാണ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് US അടക്കം സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷപ്പെട്ടെങ്കിൽ തന്നെ നിലവിൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ ചികിത്സയിലാണ് എന്നതിൻ്റെ അഭ്യൂഹം ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. എന്തായാലും ഈ നിലവിൽ മുജ്തബ ഖമനയുടെ ഭാഗത്തു നിന്ന് എഴുതി കൊടുത്തതാണെങ്കിലും ഒരു പ്രസ്താവന വന്നതിന് പിന്നാലെ ഇറാൻ നിലവിൽ ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഇറാൻ്റെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെയും ഭാഗത്തു നിന്ന് നിരവധി മിസൈലുകൾ ഇസ്രായേലിലേക്ക് പോയിട്ടുള്ളതായി ഇസ്രായേലി മിലിറ്ററി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇസ്രായേലിൻ്റെ ഒരു വടക്കൻ നഗരമായിട്ടുള്ള സിർസിറിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു മിസൈലാണ് ഈ നഗരത്തിൽ വന്ന് പതിച്ചതെന്നാണ് വിവരം. 30-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ട് നമുക്ക് നിലവിൽ വിവരമുണ്ട്. മരണം അങ്ങനെയുള്ളതൊന്നും നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരുപാട് പേർ, ഇപ്പോൾ ഒരുപാട് കെട്ടിടങ്ങൾക്കടക്കം തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിവരമുള്ളത്. ദുബായിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. ദുബായിൽ ഒരു കെട്ടിടത്തിൽ ഒരു ഡ്രോൺ അവശിഷ്ടം വീണ് ആ കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സെൻട്രൽ ദുബായിലുള്ള ഒരു കെട്ടിടത്തിന് നേരെയായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. ഈ മിസൈൽ ഇന്റർസെപ്റ്റ് നശിപ്പിച്ചു, ഇതൊരു ഡ്രോൺ ആക്രമണമായിരുന്നു. ഡ്രോൺ ഇന്റർസെപ്റ്റ് നശിപ്പിച്ചു. പക്ഷേ ഡ്രോണിൻ്റെ അവശിഷ്ടം വീണാണ് ഈ കെട്ടിടത്തിന് തകരാർ സംഭവിക്കുകയും ഇവിടെ നിന്ന് പുക ഉയരുകയും ചെയ്തത്. ദുബായിയുടെ ഏറ്റവും ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന, അവരുടെ ഏറ്റവും സാമ്പത്തികപരമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് ഈ സെൻട്രൽ ദുബായിൽ. അപ്പോൾ അതിലൊരു കെട്ടിടത്തിലേക്കാണ് ഈ ഡ്രോൺ അവശിഷ്ടം വന്ന് വീണ് പതിച്ചത് എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഗുരുതരമായി തുടരുന്ന ഒരു കാര്യമാണ് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം എന്ന് പറയുന്നത്. യുദ്ധം ആരംഭിച്ച് ഫെബ്രുവരി 28 മുതൽ ഇന്നുവരെ ഏതാണ്ട് 16 കപ്പലുകളെയാണ് ഇറാൻ ഈ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ ശ്രമിച്ചതിൽ നശിപ്പിച്ചു കളഞ്ഞത്. ഇതിൽ ഏതാണ്ട് 8ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്. UK മാരിടൈം ഓപ്പറേഷൻസ് ആണ് ഇത്തരം ഈ ഒരു വിവരം പുറത്തുവിട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഹോർമുസ് വഴിയുള്ള ഗതാഗതത്തിൽ ഇപ്പോഴും പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ തീർച്ചയായും അജയ് എവിടെ ഇതാ സൂചിപ്പിക്കുന്ന പോലെ ഹോർമുസ് കടലിടുക്ക് എന്നത് ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന പ്രധാന ചരക്ക് ഇടനാഴിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ തുടരുന്നത്. അവിടെ ഇസ്രായേലും അമേരിക്കയുമായി ബന്ധമില്ലാത്ത എല്ലാ ഷിപ്പുകളെയും പ്രവേശനാനുമതി നൽകും എന്ന് ഇറാൻ പറയുമ്പോൾ പോലും അവിടെ ആശങ്ക തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് ലോകരാഷ്ട്രങ്ങൾ അവരുടെ എണ്ണ വെസലുകൾ ആ വഴിയിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നുമില്ല. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണല്ലോ, ഇപ്പോൾ ഇറാഖിന്റെ തീരത്ത് സൈഫ് സി വിഷ്ണു എന്ന
ഷിപ്പിന് നേരെയുണ്ടായിട്ടുള്ള ആക്രമണം അത് ചാവേർ ആക്രമണ സ്വഭാവം ഉള്ള ഒന്ന് എന്നാണല്ലോ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ യുദ്ധ നിയമങ്ങളും യുദ്ധനീതികളും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ശ്രീലങ്കൻ തീരത്ത് ഉണ്ടായിരുന്ന ഇറാനിയൻ കപ്പലിനെ തകർത്തത് അമേരിക്കയായിരുന്നു. അത് വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനത്തിന് വഴിയൊരുക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നറിയിപ്പുകളില്ലാതെ അത്തരം ആക്രമണങ്ങൾ നടത്തുക എന്നത് യുദ്ധനീതിക്ക് നിരക്കുന്ന ഒന്നല്ല എന്ന് ഇപ്പോഴിതാ ഇറാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ, അവിടെ ചാവേറുകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട്, വിമത സംഘത്തെ അടക്കം ഉപയോഗിച്ചുകൊണ്ട്, സായുധ സേനകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു യുദ്ധമുറിയിലേക്ക് ഇറാൻ കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പല പ്രവൃത്തികളും ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ നമുക്ക് പലപ്പോഴായി കാണാൻ സാധിച്ചിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പറ്റി ഉയർന്നിട്ടുള്ള ഒരു പ്രധാന ആക്ഷേപമാണ് തെക്കൻ ലെബനനിൽ പല മേഖലകളിലും ഇസ്രായേൽ ഫോസ്ഫറസ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുന്നു എന്നുള്ളത്. ഇത് ശരീരത്തിനുൾപ്പെടെ മാരകമായിട്ട് പൊള്ളലേൽപ്പിക്കുന്ന ഒരു ഗ്യാസാണ് ഫോസ്ഫറസ് ഗ്യാസ്. അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ട് മേഖലയിൽ ആക്രമണം നടത്തുന്നുവെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഇസ്രായേലിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഒരു വിവരം വന്നിട്ടുള്ളത്. ഇറാഖി തീരത്ത് ഇസ്രായേൽ ഇറാൻ നടത്തിയത് ഒരു ചാവേർ ആക്രമണമാണ് എന്നുള്ളത്. 2 കപ്പലുകളാണ് ഒറ്റയടിക്ക് ഈ മേഖലയിൽ തകർന്നു പോയത് ഇറാഖ് തീരത്തുണ്ടായിരുന്നത്. അതോടുകൂടി ഇറാഖ് തങ്ങളുടെ ഒരു ഓയിൽ പോർട്ടിന്റെ പ്രവർത്തനം അത് പൂർണ്ണമായിട്ടും നിർത്തിവെക്കുകയായിരുന്നു. മറ്റ് ഓയിൽ ടാങ്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം അവർ നിലവിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ എനർജി മോണിറ്ററിംഗ് കമ്മിറ്റി അവർ ഉൾപ്പെടെ ഇപ്പോൾ ഏതാണ്ട് 400 ഈ ബാരൽ എണ്ണയാണ് ഇപ്പോൾ നിലവിൽ പല രാജ്യങ്ങളുടെയും ആവശ്യപ്രകാരം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതുപോലെ US അവരുടെ കരുതൽ ശേഖരത്തിൽ ഉണ്ടായിരുന്ന 172 ബാരൽ ക്രൂഡ് ഓയിൽ പുറത്തുവിട്ടു. ഇപ്പോൾ ഈ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ കരുതൽ ശേഖരത്തിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 750 മില്യൺ ലിറ്റർ ഈ ക്രൂഡ് ഓയിൽ അവരുടെ രാജ്യത്തെ പല ആവശ്യങ്ങൾക്കായിട്ട് അവർ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളും ഇത്തരത്തിൽ ക്രൂഡ് ഓയിൽ അതുപോലെ ഇന്റർനാഷണൽ എനർജി കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഈ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന ഘട്ടമുണ്ട്. പക്ഷേ ഇത്തരത്തിലെല്ലാം ഉണ്ടായിട്ടും ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോഴും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ബാരലിന് $100 എന്നുള്ള നിരക്കിൽ തന്നെയാണ് ഇതിൻ്റെ വില എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്രൂഡ് ഓയിൽ വിലയും താഴേക്ക് വരാത്ത സാഹചര്യമുണ്ട്. ഇവിടെയാണ് ട്രംപിൻ്റെ ഇന്നലെയുള്ള ഒരു പോസ്റ്റ് അത് കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. അതായത് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ വഴി സൂചിപ്പിച്ചത് US ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നിർമ്മിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ കൂടുതൽ ഈ വില കൂടുന്നത് അത് അമേരിക്കയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യുകയുള്ളൂ, അമേരിക്കയിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്ന് ട്രംപ് സൂചിപ്പിച്ചു. അതുപോലെ തൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ഇറാനെ ആണവപരമായി തകർക്കുക എന്നുള്ളത്. അവരുടെ ആണവ സംവിധാനങ്ങൾ അത് പശ്ചിമേഷ്യയും ലോകത്തെയും അപകടത്തിലാക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റിന് നേരിട്ട് മറുപടിയുമായി ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് ഇറാൻ തന്നെ തങ്ങളുടെ ഈ ആണവ സംവിധാനം, തങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ്. ഈ ചർച്ചകളിൽ ആദ്യം ഒമാൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ തന്നെ ഇറാൻ ഇത്തരമൊരു കാര്യം മുന്നോട്ട് വെച്ച് ഇറാൻ തങ്ങളുടെ ഭാഗം വിശദീകരിച്ചതാണ്. എന്നാൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇത് തള്ളിക്കളയുകയും ഇക്കാര്യം അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തില്ല. ഇത്തരത്തിലാണ് ഇത്തരമൊരു സംഘർഷം ആരംഭിച്ചതെന്ന് അദ്ദേഹം അബ്ബാസ് അരക്ചി പറയുന്നു. അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിൽ വില കൂടുന്നതും അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തുന്ന ഉയർന്ന താരിഫുകളും അത് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ്, സാധാരണക്കാരെ സഹായിക്കാനല്ല എന്നും അബ്ബാസ് അരക്ചി ഈ പോസ്റ്റിന് മറുപടിയുമായിട്ട് രംഗത്തെത്തുന്ന സാഹചര്യവുമുണ്ട്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ക്രൂഡ് ഓയിൽ വില കൂടുന്നത് അത് എല്ലാ രാജ്യങ്ങൾക്കും വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ്. ചൈന ഉൾപ്പെടെ ഇപ്പോൾ അവരുടെ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിർത്തിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇത് നോർത്ത് കൊറിയയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എന്നുള്ള ചില വിവരങ്ങൾ കൂടിയുണ്ട്. കാര്യം നോർത്ത് കൊറിയയ്ക്ക് പല അന്താരാഷ്ട്ര ഉപരോധങ്ങളുമുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ്. ഈ റഷ്യ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മറ്റ് രാജ്യങ്ങളെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി അവരുടെ ക്രൂഡ് ഓയിൽ വ്യാപകമായി ലോകരാജ്യങ്ങൾ വിതരണം ചെയ്യുകയാണ്. അമേരിക്ക അടക്കം പല ഏഷ്യൻ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന ഈ റഷ്യൻ ഓയിലിൻ്റെ ഒരു ഉപരോധം അത് എടുത്തു കളയുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക പറയുന്നത് ഈ പ്രതിസന്ധി
അവസാനിക്കും വരെ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങാം എന്നാണ്. അപ്പോൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ റഷ്യ കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കാരണം നോർത്ത് കൊറിയയ്ക്കുള്ള ഷെയർ അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉത്തര കൊറിയയും വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ ആഭ്യന്തരമായി കടന്നു പോകുന്നത്. സൗത്ത് കൊറിയയും ഇപ്പോൾ നിരവധി മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു ഈ വില നിയന്ത്രിക്കാൻ വേണ്ടി. ഈ വില നിയന്ത്രണം ഒരു സർക്കാർ തലത്തിൽ തന്നെ ഒരു വില നിയന്ത്രണം കൊണ്ടുവന്നു. എന്നാലും വലിയ തോതിലുള്ള പ്രതിസന്ധി ലോകം മുഴുവൻ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. US ഇതിനിടെ വ്യക്തമാക്കുന്നത് ഇറാനകത്തുള്ള 6000-ലധികം കേന്ദ്രങ്ങൾ തങ്ങൾ ഇതിനോടകം തന്നെ ആക്രമിച്ച് തകർത്തതായിട്ടാണ് US വ്യക്തമാക്കുന്നത്. പല ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റികളും വ്യക്തമാക്കുന്നത് യുദ്ധം തുടങ്ങി ഇതുവരെ ഏതാണ്ട് 30 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇറാനിൽ വീടുകൾ നഷ്ടപ്പെട്ടതായിട്ടാണ് പറയുന്നത്. അപ്പോൾ കടുത്ത പ്രതിസന്ധികൾ അത് വ്യാപകമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും പ്രിയ പ്രേക്ഷകരെ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നത് നിരവധിയായ കെട്ടിട സമുച്ചയങ്ങൾ തകർന്നടിഞ്ഞതിൻ്റെ നേരസാക്ഷ്യം എന്ന് തന്നെ പറയാം. ഈ ദൃശ്യങ്ങൾ തന്നെ നോക്കൂ. അതാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. ഇറാനിൽ ഏതാണ്ട് 30 ലക്ഷത്തിലധികം ആളുകൾക്ക് ഭവനം ഇല്ലാതെയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടുത്തെ ടൗൺഷിപ്പുകളിൽ വലിയ തോതിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഭവന സമുച്ചയങ്ങൾ മാത്രമല്ല നിരവധിയായ ഓഫീസ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ 30 ലക്ഷത്തിലധികം ആളുകൾ ഭവനരഹിതരായിട്ടുണ്ട് ഇറാനിൽ എന്നുള്ളതാണ് കണക്കുകൾ. എങ്കിൽ ഇറാനിൽ നിന്ന് ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ദൃശ്യങ്ങൾ ഏതാണ്ട് യുദ്ധം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കില്ല. മറിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നൽകുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളത്. അമേരിക്ക അവകാശപ്പെടുന്നത് 6000-ലധികം കേന്ദ്രങ്ങളിൽ ഇറാനിൽ ഇതിനോടകം തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നും ഇറാന്റെ പതനം അതിലൂടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നും അതിനു മുമ്പുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ചർച്ചകൾക്ക് പച്ചക്കൊടി കാണിക്കാൻ അമേരിക്കയോ ഇസ്രയേലോ തയ്യാറാകുകയില്ല എന്ന നിലപാട് കൂടിയാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴും ഒരു തരത്തിലും ഉള്ള സമാധാന നീക്കങ്ങൾക്ക് സാധ്യത കാണാൻ സാധിക്കാത്തത്.